ഐ തിങ്ക് സൗണ്ട് കുറച്ചും കൂടി ബ്രില്യൻ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എബവ് ഒരു 5000 RPM കയറുമ്പോൾ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല, കേൾപ്പിച്ച് തരാം. നിങ്ങൾ നോക്കുക. ഓ മാൻ, ബ്രേക്കിംഗ് പറയണം കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ടൈറ്റിൽ റെഡി ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് അപ്പാച്ചെ R30 വണ്ടി കുറച്ചൊന്ന് ഓടിച്ചു. ഇപ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കിയിട്ടേക്ക് പോകണം. നമുക്ക് അതൊക്കെയെന്നുണ്ടെങ്കിൽ അത് വണ്ടി ഓടിച്ചതിൻ്റെയാണ്. റൈറ്റ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഈ വണ്ടിയുടെ A to Z കാര്യങ്ങൾ പോകുന്നില്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാക്ക് അറൗണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, അത് വൻ മിസ്റ്റേക്സ് ഒന്നുമല്ല. അപ്പോൾ അതും കൂടി ഈ വീഡിയോ ഒന്ന് റെക്ടിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ഇതിന് BTO കിറ്റ് കയറിയിട്ടുണ്ട്, ഡൈനാമിക് പ്രോ കിറ്റ് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ TVSൻ്റെ ആ ഒരു ലിവറിയും കയറിയിട്ടുണ്ട്. എക്സ്ട്രാ 4000 എങ്ങാണ്ട് കൊടുക്കണം. നമുക്ക് ആക്ച്വലി ഈ ലിവറി മാത്രം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാനിപ്പോൾ താഴെ ഇടാം. പിന്നത്തെ വളരെ സംശയമാണ് നമുക്ക് ഈ ഒരു വന്ന മാറ്റങ്ങൾ അതായത് പ്രീവിയസ് ജെൻ R30 ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈവൻ BMW GS ചെയ്യാൻ പറ്റുന്ന സംശയമാണ്. സോ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലച്ച് കേസ് എന്നുള്ളത് നമുക്ക് പഴയ R30 ചെയ്യാം, ഈവൻ GS വരെ ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല, TVS റേസിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് BMW G30 GS വരെ ഈ സാധനം ചെയ്യാവുന്നതാണ്. ഈ ഒരു വിങ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, വിങ് കണ്ടിട്ട് ഇത് ഫെയറിംഗ് ആയിട്ട് ഇത് ബോൾട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ 3M ടേപ്പ് വെച്ചിട്ട് വയ്ക്കാവുന്നതാണ്. ഇത് ആക്ച്വലി ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഒരു എന്താ പറയുക, ചീപ്പ് പ്ലാസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല. ഈവൻ ഞാൻ കൈ ഇവിടെ വെച്ചാൽ പോലും കണ്ടോ, എനിക്കിങ്ങനെ ചാരിയിരിക്കാനൊക്കെ പറ്റും. അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ആ ഒരു എഞ്ചിൻ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ ആക്ച്വലി ക്വിക്ക് ഷിഫ്റ്റർ, ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റോക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ സി ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റോക്ക് വരുന്നതാണ്. നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ വേണമെങ്കിൽ BS6 മോഡലിൽ ആഡ് ചെയ്യാമെന്നാണ് പറയണത് കേട്ടോ. ഇപ്പം ആ ഒരു 2023, 22 മോഡൽസൊക്കെ അല്ലേ, അതിൽ വേണമെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ആഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നല്ല കോസ്റ്റ് വരുമെന്നും പറയുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. പഴയ R30 വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനിപ്പോൾ ഒരു 13% ലാർജർ എയർ ബോക്സാണ് വരുന്നത്. അത് കൂടാണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് പിസ്റ്റൻസ് ആണ്. സോ പിസ്റ്റൻസ് ആർ മൂവിങ് സോ ഫാസ്റ്റ്, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവർ ഫ്യൂൽ മാപ്പിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. സോ ദേ ഹാവ് ട്യൂൺ ദിസ് ECU സ്പെസിഫിക്കലി ഫോർ ദിസ് മോട്ടോർ സൈക്കിൾ. സോ ആ ത്രോട്ടിൽ ബോഡിയുടെ ഡയമീറ്റർ അവർ കൂട്ടിയിട്ടുണ്ട്. പവർ ഫിഗേഴ്സിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 38 BHP ആയിട്ടുണ്ട് 35. ഈ ഒരു വിംഗ്ലെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അറൗണ്ട് ഒരു 100 ആകുമ്പോഴത്തേക്കും 3 kg ഡൗൺ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് റോങ് ആയിരുന്നു. വണ്ടി ആക്ച്വലി ടോപ്പ് എൻഡ്, അതായത് 150+ 160 ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു 3 kg ഡൗൺ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ നിങ്ങളൊന്ന് ഫ്രണ്ട് ഇട്ട് കുറച്ചൊന്ന് ആഞ്ഞു കഴിഞ്ഞാലും ഒരു 3 kg കിട്ടും. എന്താ പറയുകയാണ്. സോ 100 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം എനിക്കറിയില്ല. ഇത് ടോപ്പ് സ്പീഡ്, അതായത് 150 ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഡൗൺ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതിനർത്ഥം ആ ഒരു സ്പീഡിൽ വണ്ടിക്ക് നല്ല അസൽ ഡ്രാഗ് പിടിക്കുന്നുണ്ട്. സോ ടോപ്പ് എൻഡ് കൂടിയിട്ടില്ല. പഴയത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ സെയിം ആണ്. ഓക്കെ. പിന്നെ എന്നാ പറയുക, ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് റിഫൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. മെയിൻലി ബിക്കോസ് പറഞ്ഞല്ലോ, പുതിയ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിസിനസ് ആണ്. അവർ വെയിറ്റ് അവിടെ കുറെ കുറച്ചിട്ടുണ്ട്. ഐ തിങ്ക് നിസാരമാണ്, നോട്ടീസബിൾ അല്ല. ഐ തിങ്ക് നിസാര ഗ്രാം എന്തോണ് കുറച്ചേക്കുന്നത്. വെരി റിഫൈൻഡ് കമ്പയർ ടു ദ പ്രീവിയസ് വൺ, എസ്പെഷ്യലി ദി ഫസ്റ്റ് വൺ. ഇറ്റ് ഈസ് സോ റിഫൈൻഡ്. ബട്ട് വൈബ്രേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് കൺട്രോൾഡ്. ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ വരുന്നത് ഈ ഒരു എഞ്ചിനിൽ നിന്നാണ്. ഈ എഞ്ചിനിൽ നിന്നുള്ള വൈബ്രേഷൻ ടാങ്കിന് ഇവിടെ വരും. അത് കൂടാണ്ട് ഹാൻഡിലും കിടന്ന് ഒരുപാട് വൈബ്രേറ്റ്. സോ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു സോഴ്സ്, വൈബ്രേഷൻ്റെ സോഴ്സ്. കാരണം ടാൻ ഫിഷ് ഒക്കെ നോക്കുവാണെങ്കിൽ വലിയ തിരക്കേടില്ല, അത്യാവശ്യം ക്വാളിറ്റി പാർട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫെയറിംഗ് എന്നുള്ള വൈബ്രേഷൻ നമുക്ക് 3M ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈവൻ സൈക്കിൾ ട്യൂബ് വെച്ചിട്ട് വരെ നമുക്ക് ഫിക്സ് ചെയ്യാം. ബട്ട് ദീസ് വൈബ്രേഷൻ കമ്മിങ് ഫ്രം ദി എഞ്ചിൻ, ഇറ്റ് ഈസ് ഹാർഡ് ടു ഫിക്സ്. ഓഫ് അവർ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് വൈബ്രേഷൻ. അത് ശ്രദ്ധിക്കുക, കൺട്രോൾ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് അനോയിങ് ആയിട്ട് തോന്നില്ല, ബട്ട് വൈബ്രേഷൻ അവിടെ ഉണ്ട് താനും. അതൊരു സിംഗിൾ സിലിണ്ടർ ക്യാരക്ടറായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പഴയ R30 വെച്ചുമ്പോഴത്തേക്കും 40% ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഇൻ ടൈംസ് ഓഫ് വൈബ്രേഷൻ. ദേ ഹാവ് കൺട്രോൾഡ് ഒരു 40% വൈബ്രേഷൻ അവർ ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ട്രാക്ക് മോഡ്, സ്പോർട്സ് മോഡ് അവൈലബിൾ അല്ല. റെയിലും അർബനിലിട്ടാണ് ഓടിച്ചത്. അപ്പോൾ ചോദിക്കുക എന്താ പ്രശ്നം? റെയിലും അർബനിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇതിന്റെ റെയിൻ മോഡും അർബൻ മോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ത്രോട്ടിൽ സെൻസിറ്റീവ് ആണ്. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു സിങ്ക് കിട്ടില്ല. ട്രാക്കിലും സ്പോർട്സിലും കുഴപ്പമില്ല. ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഗ്രസീവ് ആണ്.
പിന്നെ ഒന്ന് ഡിപ്പാവും, മിഡ് റേഞ്ച് ഒന്ന് ഡിപ്പാവും, പിന്നെ അഗ്രസീവായിട്ട് റെഡ് ലൈനിൽ പോയി ഇടിക്കും. അങ്ങനെയാണ് ഒരു ക്യാരക്ടർ. സാധാരണ വണ്ടികൾ അങ്ങനെയല്ലല്ലോ. ഫസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും വളരെ പയ്യെ കയറും, പെട്ടെന്ന് മിഡ് റേഞ്ച് ആകുമ്പോഴത്തേക്കും പടേന്ന് കയറിയിട്ട് ടോപ്പിൻ്റെ ആകുമ്പോഴത്തേക്കും ഒന്ന് സ്ലോ ഡൗൺ ആവും. അങ്ങനെ വരുന്നത് ടോപ്പ് മീൻസ് ടോപ്പ് RPM. ഇത് അങ്ങനെയല്ല. ആ ഒരു RTR 310 ക്യാരക്ടർ അവർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം RTR 310 ഓടിച്ചിട്ട് RR 310 ഓടിക്കുമ്പോഴത്തേക്കും RR 310 പഴയത് കേട്ടോ ഒട്ടും അഗ്രസീവ് അല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അവരത് മാറ്റി ഇവരിപ്പോൾ RR 310 RTR 310ലും അഗ്രസീവ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഡൈനാമിക് കിറ്റ് കയറിയിട്ടുണ്ട്, ഡൈനാമിക് പ്രോ കിറ്റും ഉണ്ട്. സോ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡൈനാമിക് കിറ്റ്, ഒന്ന് ഡൈനാമിക് പ്രോ കിറ്റ്. ഈ ഡൈനാമിക് കിറ്റിൽ നമുക്ക് വരുന്നതാണ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്, പിന്നെ TPMS ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, അതായത് ടയറിൽ എത്ര പ്രഷർ ഉണ്ടെന്ന് ആ ഡിസ്പ്ലേയിൽ കാണിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാസ് കോട്ടഡ് ആയിട്ടുള്ള ചെയിൻ സ്പ്രോക്കറ്റും വരുന്നുണ്ട്. സോ ഇത് മൂന്നുമാണ് ഡൈനാമിക് കിറ്റിൽ വരുന്നത്. ഇതിന് ഏകദേശം 18,000 18,000 രൂപ അഡീഷണൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ. സോ ഓപ്റ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും സസ്പെൻഷൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കുക. കാരണം ഈ ഒരു സസ്പെൻഷൻ തന്നെ വളരെ ബ്രില്യൻ്റ് ആണ്, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, ഓടിച്ചിട്ടാണ് നല്ല റെസ്പോൺസീവ് ആണ്, ഒരേ സമയം ടൂർ ചെയ്യാനും പറ്റും, ഒട്ടും ഹാർഡല്ല KTM പോലെ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. സോ ഡൈനാമിക് കിറ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ നിങ്ങൾക്ക് വേണോ എന്ന് നിങ്ങളൊന്നും കൂടി ചിന്തിക്കുക. പിന്നെ ബ്രാസ് കോട്ടഡ് ചെയിനൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, വെറുതെ ചെന്നിട്ട് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ടയറിൽ എയർ ഉണ്ടോ ഇല്ലയെന്ന്. അതിനൊക്കെ വെറുതെ കാശ് കൊടുത്തിരുമോ നിങ്ങൾ ആലോചിക്കുക. പിന്നെ വരുന്ന ഡൈനാമിക് പ്രോ കിറ്റ്, ഇതിന് അറൗണ്ട് ഒരു 16,000 ആണെന്ന് തോന്നുന്നു. ഇത് മോർ ഓഫ് എ ടെക്നോളജി പാക്കാണ്, ഒരു ടെക് പാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൽ വരുന്നത് വണ്ടിക്ക് ഒരു IMU സെൻസർ വരും, ഒരു 6 ആക്സിസ് IMU സെൻസർ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് ക്രൂസ് കൺട്രോള്, വീലി കൺട്രോള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ട് ഇടാം. അത് കൺസോളാണ് വരുന്നത്. ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അത് ശരിക്കും ആവശ്യമുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് ചെയ്യാതെ. ഈ വണ്ടിയിൽ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാം, അതായത് ടെക് പാക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ആക്കുമ്പോൾ കാണാൻ പറ്റും. 1982 കണ്ടോ, ഇത് കാണിക്കുമ്പോൾ ഒരു സെക്കൻഡ് സ്ക്രീൻ വരുന്നുണ്ട് കണ്ടോ, RTDAC. അതെന്ന് പറഞ്ഞത് ഈ വണ്ടിയിൽ ഡൈനാമിക് പ്രോ കിറ്റ് കയറിയോണ്ടാണ്. അത് കൂടാണ്ട് തന്നെ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത് ഈ ഒരു കളറാണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റോക്ക് ആയിട്ടിരുന്നത് ഒരു റെഡ് ഉണ്ട്, ഒരു നാഡോ ഗ്രേ പോലത്തെ ഒരു കളറുണ്ട്. നാഡോ ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ബ്ലൂയിഷ് ടിൻ്റ് ആണ് അതിന്, പക്ഷേ ഡാർക്കറുമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് നല്ല തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത്ര പോപ്പ് ചെയ്തിരിക്കുകയാണ്. ദി എമൗണ്ട് ഓഫ് അറ്റൻഷൻ ദിസ് തിങ് ഗ്രാബ് ഇസ് നട്ട്സ്. അത്രയ്ക്ക് അറ്റൻഷനാണ് ഈ സാധനം ഗ്രാബ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സാണ്. ഇതിന് ആക്ച്വലി ഇപ്പം മിഷലിൻ റോഡ് 5 യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരും വിചാരിക്കും എന്താണ് റോഡ് 5 ഇത്ര, കേട്ടിട്ടുണ്ട് നല്ല ടയേഴ്സാണ്, പക്ഷേ എന്താണ് റോഡ് 5 ഇത്ര ഹൈപ്പ്. റോഡ് 5 അടിപൊളി ടയേഴ്സാണ്. അത് പറയാൻ കാര്യം നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടോ, ഇതിൽ ഈ നടുക്ക് ഹാർഡ് കോമ്പൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് വാളിലേക്ക് വരുമ്പോഴത്തേക്കും സോഫ്റ്റ് കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കോർണർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി വണ്ടിയുടെ സോഫ്റ്റ് കോമ്പൗണ്ട് ഭാഗമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ടൂർ ചെയ്യുകയാണെങ്കിൽ നേരെ ഓടിക്കുമ്പോൾ വണ്ടിയുടെ ഹാർഡ് കോമ്പൗണ്ട്, അതായത് ടൂർ ചെയ്യുമ്പോൾ ഒരുപാട് ലൈഫും കിട്ടും, കോർണർ ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസും കിട്ടും. സോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടയറിന് ഇത്ര ഒരു ഹൈപ്പ് വരാൻ കാരണം. ടയർ ഇമ്പോർട്ട് ബാൻ ഉണ്ട്, അതായത് ഇന്ത്യൻ മാനുഫാക്ചേഴ്സ്, അതായത് MRF, C8, പോളോ യൂസ് ചെയ്യുന്ന അതേ സെയിം പ്രൊഫൈൽ ടയേഴ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഉദാഹരണം ഇപ്പോൾ ഒരു 110/80 R70, അതായത് 180/17 ഇഞ്ച് അലോയ്, അതിൽ യൂസ് ചെയ്യുന്ന ടയർ MRFൻ്റെ സാപ്പർ എടുക്കാം. നമ്മുടെ R15 R200 യൂസ് ചെയ്യുന്ന ആ ടയർ വേറൊരു കമ്പനിയുടെ, അതായത് പിറലിയുടെ, ബ്രിക്സ്റ്റോണിൻ്റെ, ഡൺലോപ്പിന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ബാൻ ഉണ്ട്. ആ സെയിം പ്രൊഫൈൽ, അതായത് 180 R17 ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതിനൊരു ബാൻ ഉണ്ട്. പക്ഷേ TVS somehow they managed to import this amazing 110 and 150 section Michelin road 5 to this country without having any consequences. I don't know, എനിക്കറിയില്ല അവരെങ്ങനെയോ അത് ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് അറിയാതിരിക്കാനാവും അതിങ്ങനെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്നത്. എനിക്കറിയില്ല ഇപ്പോൾ റൂൾസിന് കുറച്ചും കൂടി ഈസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്രണ്ടിൽ നമുക്ക് ഒരു അടിപൊളി LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അമേസിംഗ് ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ്. പറയാതിരിക്കാൻ വയ്യ. 300-400 CCയിൽ പോയി കഴിഞ്ഞാൽ ഡോമിനാറും RR കിട്ടും. ഇതിനെ വലിയ ഒരു വണ്ടിയും വലിയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു ഒരു 110 സെക്ഷൻ ടയറും ബാക്കിൽ 150 സെക്ഷൻ ടയറാണ്. മിഷലിൻ റോഡ് 5 ആണ് വരുന്നത്. ഹസ്ബൻഡ് ഡ്യൂട്ടി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു 41 mm KYBയുടെ ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിലാകുമ്പോഴത്തേക്കും ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള KYBയുടെ തന്നെ സസ്പെൻഷൻ വരുന്നത്. നമുക്ക് ഇത് സോഫ്റ്റ് ആക്കാം, ഹാർഡ് ആക്കാം. പിന്നെ ഫ്രെയിം ഇറ്റ്സ് എ ട്രലസ് ഫ്രെയിം. പക്ഷേ പുതിയ നമ്മുടെ RTR 310 നോക്കുകയാണെങ്കിൽ ബാക്കിൽ അലുമിനിയം സബ്ഫ്രെയിമാണ് വരുന്നത്. ഇതിന് ആ ഒരു സ്റ്റീൽ സബ്ഫ്രെയിമാണ് വരുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് തൂക്കിയിട്ടിരിക്കുന്നത് ഒരു റിവേഴ്സ് ഇൻക്ലൈൻഡ്, അതായത് സാധാരണ ഒരു എഞ്ചിൻ്റെ ഹെഡ് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും, ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് എക്സോസ് ബാക്കിൽ കൂടെ പോകുന്നത്,
എയർ ഇൻടേക്ക് ഈ സൈഡിൽ കൂടെ വരുന്നത് എക്സോസ് ഉപയോഗിക്കുന്നുണ്ടോ. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബോക്സ് വലുതാക്കും, ഇവിടെ കുറേ സ്പേസ് കിട്ടും. കാരണം എയറിൻ്റെയൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് ഇവിടെ കൺസ്യൂം ചെയ്യും. സോ ഇതിങ്ങനെ ഈസാക്കി വെക്കുമ്പോഴത്തേക്കും അവർക്ക് എയർ ബോക്സ് കുറച്ചും കൂടി വലുതാക്കാനായിട്ട് പറ്റും. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീൽ ബേസ് ഒരുപാട് കൂട്ടാണ്ട് തന്നെ നമുക്ക് സ്വിംഗാമിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് പറ്റും. അതാണ് വേറൊരു റീസൺ എന്ന് പറയുന്നത്. സോ ബെറ്റർ സ്റ്റെബിലിറ്റി, ഹൈവേ സ്റ്റെബിലിറ്റിയും കിട്ടും. ആ ഒരു ടൂറിങ് കൂടി ഒരു കൺസിഡർ ചെയ്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. സീറ്റ് കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്, ഒട്ടും ഗ്രിപ്പിയല്ല, ഇങ്ങനെ തെന്നിയൊക്കെ പോകും. വണ്ടിയുടെ ഒരു ഡിസൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നോക്കി ആ ടെയിൽ സെക്ഷൻ്റെ ഒപ്പം പിടിച്ചിരിക്കണം അത്രയും വലിയൊരു എക്സോസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, നമുക്ക് കോഷൻ ലാമ്പ് ഉണ്ട്, പാസ് ഹൈ ബീം ഉണ്ട്, പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ബാക്ക് എൻഡർ, ഇൻഡിക്കേറ്റർ, ഹോൺ. പിന്നെ ഇവിടെ ഒന്നുമില്ല, ആകെയുള്ളത് ഒരു എഞ്ചിൻ ഗിൽ സ്വിച്ചും സ്റ്റാർട്ടറുമാണ്. അത് ഇത്ര അടി കൊണ്ട് വെക്കണതിന് പകരം ഇവിടെ ഒറ്റ ഇതായിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയാനെ. സ്റ്റേബിൾ ബ്രേക്ക് ക്ലച്ച് ലിവേഴ്സ്, അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സ്, ആ ഒരു കൺസോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഒരു പോർട്രേറ്റ്. ഐ പ്രിഫർ ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് എനിക്കിഷ്ടം. കൺസോൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് TVS റേസിംഗ് ഞാൻ പറഞ്ഞു ഇതിൽ ഡൈനാമിക് പ്രോഗ്രാം വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് തീമാണ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ ഒരു RPM മീറ്റർ വരുന്നുണ്ട്, സ്പീഡോ വരുന്നുണ്ട്, ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ, പിന്നെ മെയിൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ലോ ഫ്യൂൽ കാണിക്കുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ ഗിൽ സ്വിച്ച് കാണിക്കുന്നുണ്ട്. മാറ്റിയിടാം. സെറ്റിംഗ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് റൈഡ് മോഡ് മാറ്റാം. അർബൻ ആൻഡ് റെയിൻ. അർബനിൽ റെയിലിൽ പവർ കുറവാണ്, ABS കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിരിക്കും. സ്പോർട്ടിലും ട്രാക്കിലുമാണ് ആ ഒരു 38 bhp കിട്ടുന്നത്. മാറ്റി ഡേ മോഡ് ആക്കാൻ കണ്ട കുറച്ചും കൂടി ക്ലിയർ ആയി. ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ സീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ടെമ്പറേച്ചർ കൺട്രോൾഡ് സീറ്റ്. ബട്ട് വണ്ടിക്ക് ആക്ച്വലി കൂളിംഗ് സീറ്റും ഹീറ്റർ സീറ്റും ഇല്ല. അത് ഭയങ്കര ശോകമാണെന്നാണ് കേട്ടത്, ഭയങ്കര ഹാർഡ് സീറ്റാണെന്നാണ് കേട്ടത്. സോ താങ്ക് ഗോഡ് അതിപ്പോൾ ഇതുവരെ വന്നല്ല, ചിലപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരുമായിരിക്കും. പിന്നെ സൗണ്ടിൽ ചെറിയ മാറ്റമുണ്ട് കേട്ടോ, ഇച്ചും കൂടി ഒന്ന് രസമായിട്ടുണ്ട്. പഴയത് വെച്ച് പറയുന്നത് ചെറിയ നോട്ടീസ് വ്യത്യാസമുള്ളൂ, അത് റിഫൈൻഡ് ആണ്. പിന്നെ പറയാൻ വിട്ടൊരു കാര്യമാണ് വണ്ടിയുടെ ഒരു ക്ലിപ്പ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് വരുന്നത് ആ ഒരു ലോവർ ചെയ്തിട്ടുള്ള ക്ലിപ്പോണാണെന്ന് തോന്നുന്നു ആ സ്റ്റാൻഡേർഡ് വരുന്നത്. പ്രീവിയസ് ഞാൻ തിരിച്ചായിരുന്നു. ആണെങ്കിൽ ആ കംഫിയർ ആയിട്ടുള്ള ആ ഒരു ക്ലിപ്പോൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം ആസ് ആൻ ആക്സസറി. ഓൾറൈറ്റ്. സോ ഇത് വണ്ടിയിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളിയാണ്. 2500 RPM താഴെ ഇത് വർക്ക് ചെയ്യില്ല. 2500 RPM മേലെ ബ്രില്യൻ്റ് ആണ്. KTM കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. KTM കുറച്ച് ഹാർഡാണ്, R15 വെറും ചവറാണ്. ഇതാണ് പെർഫെക്റ്റ്, ഏറ്റവും പെർഫെക്റ്റ് ക്വിക്ക് ഷിഫ്റ്റർ ഇതാണ്. ഞാൻ വേണമെങ്കിൽ സൗണ്ട് കേൾപ്പിച്ചു കേട്ടോ. വൈബ്രേഷൻസ് ഇവിടെ ഫീൽ ചെയ്യാം, ടാങ്കിൻ്റെ മുകളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഞ്ചിനിൽ നിന്നുള്ളൊരു വൈബ്രേഷനാണ്. മാൻ ദാറ്റ് ഇസ് ബ്രില്യൻ സ്റ്റഫ്. എല്ലാവരും ഈ ഇടയ്ക്ക് അറിഞ്ഞു കാണും TVS പുതിയൊരു എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. RTDX 300 അങ്ങനെ നമ്മുടെ എഞ്ചിനാണ്. ഒരുമാതിരി ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക എന്താണ് അതിനത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വരാൻ പോകണേ നമ്മുടെ ADV നിങ്ങളെല്ലാവരും സ്പോട്ട് ചെയ്ത് കാണും. ആ ഒരു വണ്ടിയിൽ അതാണ് യൂസ് ചെയ്യുന്നത്. യെസ്, ആ ഒരു എഞ്ചിനാണ് ആ പുതിയൊരു 300cc അറൗണ്ട് 35 bhp 27 Nm ടോർക്ക് 29 ആ എഞ്ചിനാണ് അവർ പുതിയതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിനല്ല, ഈ ഒരു 312 അല്ല. പിന്നെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് റിവൈസിംഗ് ലൈൻഡും അല്ല, നോർമലായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഈ വണ്ടി അറൗണ്ട് 160 വെയിറ്റ് ഉണ്ടെങ്കിലും നമ്മളത് ഫീൽ ചെയ്യില്ല. ഫീൽസ് എക്സ്ട്രീംലി ലൈറ്റ്. കണ്ടോ, ഇതാണ് ഈ ഒരു പ്രശ്നം. ഈ ഒരു അർബൻ മോഡിൻ്റെയൊക്കെ പ്രശ്നം ത്രോട്ടിൽ കാലിബ്രേഷൻ ഇഷ്യൂ ആണ്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചല്ല വണ്ടി പോകുന്നത്. കണ്ടോ, പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല അസലായിട്ട് ഡൈവിൻ ആവണം കേട്ടോ. ഓ മാൻ, ഈവൻ അർബൻ മോഡ് പോലും നല്ല പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ വണ്ടി. ഫീൽസ് റിയലി പവർഫുൾ. നമ്മളിപ്പോൾ അർബൻ ജംഗിളിലാണ്. ഷിറ്റ് കാല് കുത്തിയത് ടൈറ്റാനിക്കിലാന്ന് പറയുന്ന പോലെ നേരെ ഇറക്കിയത് അർബനിലും. ഈ വണ്ടി അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. പെട്ടു ഒരു KTMൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നും പറഞ്ഞിട്ടുള്ള കണ്ടോ. നമ്മൾ ADVനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അതിൽ വരുന്നത് ആ പുതിയ എഞ്ചിനാണ് കേട്ടോ, TVSൻ്റെ. അത് കുറച്ചും കൂടി എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനായിരിക്കും. വിഷ് അവർ ഇതിനേലും താഴെ പ്രൈസ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം, ഇല്ലെങ്കിൽ മുമ്പ്. ബ്രേക്കിങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടോ, വൈബ്രേഷൻ കണ്ടോ, കടകടകടതെ വൈസറിൽ നിന്ന് വരുന്നുണ്ട്, ഹാൻഡിലിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ കൺട്രോൾഡ് ആണ് കേട്ടോ.
അനോയിങ് അല്ല. പഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ അടിച്ചിട്ട് കൈയൊക്കെ വിറയ്ക്കും, അത്രയ്ക്കില്ല ഇപ്പോൾ. ഓ മാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയട്ടെ, ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആണ് കേട്ടോ. എന്ത് ഈസിയറായിട്ട് ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഐ തിങ്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഷാസി തന്നെയാണ്. ഷാസി ഈസ് ബ്രില്യൻ മാൻ. ഞാൻ ഗിയർ ബോക്സ് വേണമെങ്കിൽ പയ്യൊക്കെ ഓടിക്കണമെങ്കിൽ ഓടിക്കാം കേട്ടോ. സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതുണ്ടോ. പക്ഷെ ആസ് യു the control over the front end man is just another world. ഇത്ര അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ ഇത് വേർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. ആ പഴയ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ തന്നെയാണ് ഇപ്പോഴിത് കൊടുക്കുന്നത്. അതായത് ലുക്സ് ഗുഡ്, വെരി ഗുഡ്, പെർഫോമൻസ് ഡീസൻറ്റ്, ട്രിപ്പിന് പോവാം. റിലയബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അത് അപ്പാച്ചെ ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. പലച്ച് ഫ്ലോ പോയി. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അർബൻ റെയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 30 അടുത്തൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള ഒരു വീഡിയോ. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ കൊച്ചിൻ TVS ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓൾറൈറ്റ്, സോ അടുത്തൊരു കാണുന്നവരെ ബൈ.